ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബേമാക്സ് എന്നാണ് ഒരു ആനിമേറ്റഡ് അടിപൊളി സീരീസ് ആയിട്ടാണ്. അപ്പോൾ പറഞ്ഞ് ലാഗ് ആക്കാണ്ട് നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോയാലോ. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു ലെറ്റർ ബോക്സിലേക്ക് ഒരു കൈ വന്ന് ചേരുകയാണ്. ആ ലെറ്റർ ബോക്സിൽ നിന്ന് കുറച്ച് ലെറ്റർ ആ കൈ വന്ന് എടുക്കുകയാണ്. അതൊരു വയസ്സായ അധികം പ്രായമായിട്ട് ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു. പക്ഷേ ഇവരാവട്ടെ അതിൽ നിന്ന് കുറേ ലെറ്റേഴ്സ് ആ വേസ്റ്റ് ടിന്നിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് അവർക്ക് ആവശ്യമായ ലെറ്റർ മാത്രം എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഒരു ലെറ്റർ അവരെ കൈ വന്ന് താഴോട്ട് വീണു പോവുകയാണ്. അവർ കുനിഞ്ഞ ലെറ്റർ എടുക്കാൻ പോയപ്പോഴേക്കും അവരെ നടുവ് സമ്മതിക്കുന്നില്ല. കാരണം അവർക്ക് നടുവിന് നല്ല പെയിൻ ഉണ്ട്. അതുകൊണ്ട് ആ ഒന്ന് സൗണ്ട് ഉണ്ടാക്കി അവർ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് ആ ചേച്ചി അകത്തേക്ക് പോകാൻ നേരത്ത് അവിടെ നിന്ന് ഒരു റെഡ് കളറുള്ള ഒരു സാധനം കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ റെഡ് കളറുള്ള സാധനം അടുത്തേക്ക് നീങ്ങി വരികയാണ്. അതിൽ നിന്ന് ആ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് ഒരു വലിയൊരു സാധനം പുറത്ത് വരികയാണ്. അങ്ങനെ അവനെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഐ ആം ബേമാക്സ്. ഞാൻ നിങ്ങളെ പെയിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാം. നിങ്ങളെ പെയിൻ കുറയ്ക്കാനുള്ള ഹെൽത്ത് ടിപ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു ഹെൽത്ത് കെയർ ടേക്കറാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാകട്ടെ ആ സ്ത്രീക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. ഈ ചെറുക്കൻ എന്നെ എന്ത് ചെയ്യാനാണെന്നാണ് അവൻ നോക്കുന്നത്. അപ്പോൾ തന്നെ അവൻ നിങ്ങളുടെ പേര് കിക്കോ അല്ലേ എന്ന് പറഞ്ഞ് അവൻ സ്വയം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നിങ്ങളുടെ പെയിൻ 1 മുതൽ 10 വരെയുള്ള റേറ്റിംഗുകൾ ഏത് നിങ്ങൾ തരും എന്ന് അവരോട് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ആ സ്ത്രീ പറയാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ എല്ലാ പെയിനെയും സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ പറയാണ്. അന്നപ്പോൾ ഇത് കേട്ട ബേമാക്സിന് അങ്ങനെയൊന്നും വിടാൻ കൂട്ടാക്കുന്നില്ല. നോക്കട്ടെ, ഞാൻ നിങ്ങളൊന്ന് സ്കാൻ ചെയ്യട്ടെ എന്ന് പറയാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഹിപ്പിൻ്റെ അവിടെയുള്ള എല്ലിൽ നല്ല തേയ്മാനമുണ്ട്. ഇതിനായി ചെയ്യേണ്ടത് കുറച്ച് പെയിൻ കില്ലേഴ്സ് കഴിക്കുകയും കുറച്ച് എക്സസൈസും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എന്ന് പറയാണ്. ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് അസിസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഒന്നും തന്നെ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ബേമാക്സ് വളരെ മാസായിട്ട് ആ ചേച്ചീൻ്റെ മുന്നിൽ പവറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ബേമാക്സ് നടന്നു പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കമ്മ്യൂണിറ്റി സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ബോർഡ് അവൻ അവിടെ നിന്ന് കാണുകയാണ്. ഇത് കണ്ടത് നിങ്ങൾ സ്വിമ്മിങ്ങിന് പോയാൽ മതി എന്ന് അവരോട് പറയുകയാണ്. പക്ഷെ അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് ഡോർ അടയ്ക്കുകയാണ്. അപ്പോഴാണ് ആ ഭാഗത്തിനൊരു കാര്യം മനസ്സിലാകുന്നത്. ഈ ചേച്ചിക്ക് വെള്ളം എന്നത് പേടിയാണ്. അങ്ങനെ ബേമാക്സ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ചേച്ചിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചി ഷൗട്ട് ചെയ്ത് പറയാണ്, നീ ഒന്ന് ഇവിടെ നിന്ന് പോയി തരുമെന്ന് പറയാണ്. പക്ഷേ ബേമാക്സ് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ അവന് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിറ്റേ ദിവസം ആ ചേച്ചി വാതിൽ തുറക്കുമ്പോൾ ഒരു വെള്ളത്തിൽ വന്ന് ചവിട്ടുകയാണ്. അപ്പോൾ ബേമാക്സ് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ കടമ കടന്നിരിക്കുന്നു, നിങ്ങൾക്ക് വെള്ളത്തിലാതെ നിങ്ങൾ സ്പർശിച്ചിരിക്കുന്നു എന്ന് പറയാണ്. കാരണം അവർ വരുന്ന സ്ഥലത്ത് തന്നെ ഒരു മിനി പൂള് അവൻ വെള്ളം വെച്ചിരുന്നു. നിങ്ങളുടെ പേടി ഞാൻ പതിയെ എക്സ്പോഷർ എന്ന് പറയുന്ന മെൻ്റൽ ട്രീറ്റ്മെൻറ്റ് വഴി ഞാൻ നിങ്ങളുടെ പേടി മാറ്റിത്തരാം എന്ന് പറയുകയാണ്. കാരണം ഇവർ ഹൈഡ്രോഫോബിക് ആണ്, അതായത് വെള്ളത്തിനോട് പേടിയുള്ള ആള്. ട്രീറ്റ്മെൻറ്റ് എന്ന പേരിൽ ബേമാക്സ് ഇവരെ പല രീതിയിൽ തന്നെ ടോർച്ചർ ചെയ്യാണ്. അങ്ങനെ സഹി കിട്ടുപോയ ഇവർ അങ്ങനെ ബേമാക്സിനെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഈ ബേമാക്സ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ബലൂൺ പോലെയാണ്. വെള്ളം പോലെ അവനിങ്ങനെ വീർത്ത് കിടക്കും. അങ്ങനെ അവനെ കൊല്ലണമെങ്കിൽ സൂചി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സാധനം കൊണ്ടോ മൂർച്ചയുള്ളത് കൊണ്ടേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ സൂചി അതുപോലെ കത്രിക പോലുള്ള എല്ലാ സാധനവും ഉപയോഗിച്ച് ഇവർ സെറ്റായി നിൽക്കുകയാണ് ഒരു യുദ്ധത്തിന് വേണ്ടി. അങ്ങനെ ഇവർ അവനെ കൊല്ലാൻ സെറ്റായി നിൽക്കുമ്പോഴാണ് ഇവനാകട്ടെ ഇവരെല്ലാ ട്രെയിനിങ്ങും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു ലോലിപോപ്പ് കൊടുക്കും. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഘട്ടം കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു ലോലിപോപ്പ്, സെക്കൻഡ് ഘട്ടം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലോലിപോപ്പ്, അങ്ങനെ ഇവർക്ക് എല്ലാ സമയത്തും ഇവൻ ഓരോ ലോലിപോപ്പ് കൊടുക്കും. അത്തരത്തിലൊരു ലോലിപോപ്പ് ആയിട്ട് ഒരു പാർക്കിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നത് കീക്കോ കാണും. ഇത് കണ്ടെന്ന് കീക്കോ ഇവൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവനെ കൊല്ലാൻ വേണ്ടി കീക്കോ അങ്ങോട്ട് പോകും. അങ്ങനെ കീക്കോ ബേമാക്സിനെ കണ്ടുമുട്ടുകയാണ്. സത്യത്തിൽ കീക്കോയ്ക്ക് ചെവിക്കും അത്യാവശ്യം പ്രോബ്ലം ഉണ്ട്. ഈ ബേമാക്സ് ഫസ്റ്റ് അവൻ്റെ പേര് പറഞ്ഞപ്പോൾ ഇവള് കേട്ടത് ബൊറാക്സ് എന്നാണ്. അങ്ങനെ അവൾ അവളുടെ ബൊറാക്സിനെ തേടി നടപ്പാണ്. അവൾക്ക് ഊരവേദന എല്ലാ വേദനയും ഉണ്ടെങ്കിൽ അവൾ അവന് ഒന്നും കണക്കാക്കാതെ അവനെ പിന്തുടർന്ന് പോവുകയാണ്. അങ്ങനെ പതിയെ അവനെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അവൾ അവനെ കുത്തിപ്പൊട്ടിക്കാൻ വേണ്ടി അവൻ്റെ പുറകെ തന്നെ കൂടുകയാണ്. കുറേ ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവൾക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ കഷ്ടപ്പെട്ട് അങ്ങനെ ഓനെ ഫോളോ ചെയ്ത് അവനെ കൊല്ലാൻ വേണ്ടി തന്നെ അവൾ പുറകെ പോവുകയാണ്. അങ്ങനെ അവൻ പയ്യെ നടന്ന് അവസാനം ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തെത്തുകയാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ പറയാണ്, നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ജോയിൻറ്റ് പെയിൻ്റെ ഏറ്റവും നല്ല തെറാപ്പി എന്നത് വാട്ടർ തെറാപ്പിയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെള്ളത്തിനോടുള്ള പേടി മാറ്റിവെച്ച് നിങ്ങൾ ഉടനെ തന്നെ നീന്തണം എന്ന് പറയാണ്. ഇത് കേട്ടത് അവൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവൾക്ക് ക്ഷീണം കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അവിടെ ഇരിക്കുകയാണ്. അവൾ ഇരുന്നപ്പോൾ തന്നെ അവനോട് പറയാണ്, ഈ സ്ഥലത്താണ് എൻ്റെ ഒരുപാട് ഇമോഷൻസ് ഉറങ്ങിക്കിടക്കുന്നത്. ഞാനിവിടേക്ക് പരമാവധി വരാൻ ശ്രമിക്കാത്തതാണ്. എൻ്റെ എല്ലാ സമയത്തും പ്രിയപ്പെട്ട എൻ്റെ വളരെ ചങ്ങാതിയായിട്ടുള്ള എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇമോഷണൽ ആവുകയാണ്. എന്നിട്ട് ബേമാക്സിന് അവിടുത്തെ ബോർഡിലെ അയാളുടെ ഭർത്താവിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പൂളിലൂടെ അയാൾ വളരെ കാമായി സിമ്മായി അടിപൊളിയായിട്ട് നീന്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. ഹസ്ബൻഡ് വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു. എന്നോട് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഒരിക്കലെങ്കിലും ഈ പൂളിലേക്ക് ഇറങ്ങി ഈ ലൈഫ് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അതുവരെ അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് അത്രയും പേടിയായിരുന്നു ഈ വെള്ളത്തെ. എനിക്ക് ഈ വെള്ളത്തെ അത്രയും പേടിയാണ്. ഞാൻ അത്രയും ഈ വെള്ളത്തെ വെറുക്കുന്നു എന്ന് പറയുകയാണ്.
അങ്ങനെ അവൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അവളോട് എങ്ങനെയാണോ അവളുടെ ഹസ്ബൻഡ് പറഞ്ഞത് അതേപോലെ തന്നെ ബെയ്മാക്സും അവളോട് പറയുകയാണ്. ഇത് കേട്ടത് അവൾക്ക് കുറച്ച് സന്തോഷമാവുന്നുണ്ട്. അവൾ കുറച്ച് മോട്ടിവേഷനിലാവുന്നുണ്ട്. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ബെയ്മാക്സും അവളും കൂടി ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി മറിയുകയാണ്. അങ്ങനെ അവരെടുത്ത ഫോട്ടോ ആ നോട്ടീസ് ബോർഡിൽ വെക്കുന്നുണ്ട്, ഹസ്ബൻഡിന്റെ ഫോട്ടോയുടെ കൂടെ തന്നെ. അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിച്ചു എന്ന് തോന്നുന്ന ഇടത്താണ് ഒരു കുട്ടി വരുന്നത്. ഈ കുട്ടി നേരെ ബെയ്മാക്സിനോട് ഒരു കാര്യം വന്ന് ചോദിക്കുകയാണ്. ഹേയ് ബെയ്മാക്സ്, നീ എത്ര നേരം എന്ത് ചെയ്യുകയായിരുന്നു? നീന്തുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ കുറച്ചു നേരം ആ സ്വിമ്മിംഗ് പൂളിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നു. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ നിന്ന് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.